സർവശക്തനും മഹാബലവാനും മഹാകാരുണ്യവനുമായ സർവശക്തൻ്റെ പരിശുദ്ധമായ നാമം ഇന്ന് എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ നമ്മെ വിളിച്ച ദൈവം തൻ്റെ കൃപയാൽ ഓരോ ദിവസവും നമ്മളെ പുലർത്തുന്നതിനെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഒരു ദിവസം കൂടെ ലീവനായ ദൈവത്തിനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും സങ്കീർത്തനക്കാരൻ മുമ്പ് ഓർപ്പിച്ചിട്ടതുപോലെ ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു നമുക്ക് ദൈവത്തോട് പറയുകയും ചെയ്യാം. അവനെ തന്നെ നമുക്ക് ആശ്രയിക്കാം. ഇന്നത്തെ സങ്കീർത്തനം 44-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. 42, 43 ഒരു സങ്കീർത്തനത്തിൻ്റെ 2 ഭാഗങ്ങളായിട്ട് തന്നെ നമ്മൾ കണ്ടു. 44-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ ശീർഷകം കൊലഹപുത്രന്മാരുടെ എന്നാണ്. അവരുടെ തന്നെ അത് ചിന്തിക്കപ്പെടുന്നു. 42 അങ്ങനെയില്ല എന്ന് നമ്മൾ എൻ്റെ ആമുഖത്തിൽ പറഞ്ഞായിരുന്നു. ഇവിടെ എ പ്രയർ ഫോർ പ്രൊട്ടക്ഷൻ, സംരക്ഷണത്തിനായുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനത്തിൽ കാണുന്നത്. അത് 26 വാക്യങ്ങളുള്ള ഒരു സങ്കീർത്തനം. 3 ഭാഗങ്ങളായിട്ട് ഇതിനെ തിരിക്കാം നമുക്കിതിന്. അതിൽ ഒന്നാമത്തത് സേല എന്ന് പറയുന്ന ഒരു വാക്കോടുകൂടി, സേല എന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ്, ഒരു മ്യൂസിക് നോട്ടാണെന്നാണ് അത് പറയുന്നത്. അത് 8-ാമത്തെ വാക്യത്തിലാണ് സേല എന്ന് നമ്മൾ കാണുന്നത്. അവിടെ കൊണ്ട് ഒരു പോർഷൻ, ഒരു പാർട്ട്. പിന്നെ അടുത്തത് ഒരു 8 വാക്യം കൂടെ കഴിയുമ്പോൾ 16-ാമത്തെ വാക്യം വരെ 2-ാമത്തെ പോർഷൻ. പിന്നെ 17 മുതൽ 26 മുതൽ 26 വരെ 3-ാമത്തെ പോർഷൻ. ഇതിലും നമ്മൾ വിശദമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇതിന് നമുക്ക് വേറിട്ട ഇതിലൊക്കെ നമുക്ക് ചിന്തിക്കാനും ധ്യാനിക്കാനും പറ്റും. ദൈവത്തിൻ്റെ മനോഹാരിതയാണ്. ഒരു രീതിയിൽ മാത്രമല്ല, പല രീതിയിലും നമുക്കത് ചിന്തിക്കുവാനൊക്കെ സാധിക്കും. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമുക്കതിൻ്റെ കൃപ തരുന്നത്. നമുക്കിവിടെ ചിന്തിക്കാം. ഇവിടെ ഈ കൊലഹപുത്രന്മാരുടെ സങ്കീർത്തനം ഒരു പൂർവ്വകാലത്തെ ഒരു ഓർമ്മയും ഒക്കെ വെച്ചുകൊണ്ട് പൂർവ്വകാല അനുഭവങ്ങളാണ് സങ്കീർത്തനങ്ങളെല്ലാം നമ്മൾ കാണുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ എന്ത് സംഭവിച്ചു അതെല്ലാം സങ്കീർത്തന ഗീതങ്ങളായി കോറിയിട്ട് വെച്ചിരിക്കുകയാണ്. അതിങ്ങനെ പിൻവരുന്ന തലമുറയ്ക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാനും ഒക്കെ ദൈവം ചെയ്ത പ്രവൃത്തികളൊക്കെ അത് ആമുഖത്തിൽ തന്നെ നമുക്ക് കാണാം. ദൈവമേ, പൂർവ്വകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടുവരിക്കുന്നു. നിന്റെ കൈകൊണ്ട് നീ ജാതികളെ പുറത്താക്കി വരുന്ന. ഇവിടെ വളരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതൊരു അത്ഭുതം, ദൈവത്തോട് കൂടെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ ഹിസ്റ്ററി ഉണ്ട്, ചരിത്രമുണ്ട്. ഇല്ലെങ്കിൽ ഹിസ്റ്ററി ഇല്ല, ചരിത്രമില്ല, നമുക്ക് പറയാനൊന്നും കാണത്തില്ല. നമ്മുടെ എല്ലാ സ്മരണകളെല്ലാം നമ്മോടുകൂടെ മാഞ്ഞു പോകുന്നതായിട്ട് കാണാം, ഒന്നും ശേഷിക്കുകയില്ല. വിത്ത് ഗോഡ്, ദൈവത്തോട് കൂടെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് സംസാരിക്കുവാനും പകർന്നു കൊടുക്കുവാനും എല്ലാം പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കാണും. നമ്മുടെ ജീവിതത്തിൻ്റെ ദൈവം അനുവദിക്കുന്ന വർഷം ഒരു ശാന്തമായ വിശ്രമത്തിൻ്റെ കാലഘട്ടം ഉണ്ടെങ്കിൽ, അന്ന് ഒരു പ്രായാധിക്യത്തിൻ്റെ ഒക്കെ സംഭവിച്ച കാലഘട്ടത്തിൽ, വാർദ്ധക്യ കാലഘട്ടത്തിൽ, പൂർവ്വകാലങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും. മനോഹരമായിരിക്കുന്നു. സ്വീറ്റ് മെമ്മറീസ് ബിഹൈൻഡ് അവർ, നമ്മുടെ മുന്നോട്ട് ജീവിതത്തിൽ നടന്ന അത്ഭുത കാര്യങ്ങളെല്ലാം നമ്മുടെ ചിന്തയിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കും. വിത്തൗട്ട് ഗോഡ് അതെല്ലാം വെറും കയ്പുകളായി ഒന്നും കാണുകയില്ല, സ്മരണകളൊന്നും കാണുകയില്ല. ഇവിടെ പറയുകയാണ്, പൂർവ്വകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകൾ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു, ഷെയർ ചെയ്യുകയാണ്. മറ്റുള്ളവർക്ക് ഇപ്പോൾ പറഞ്ഞു കൊടുക്കാനും നമുക്ക് എന്തെങ്കിലും കാണും പിൻതലമുറയ്ക്ക്, ദൈവം ചെയ്ത അനുഭവങ്ങളും സാക്ഷ്യങ്ങളും എല്ലാം. ഇതെല്ലാം പറയുന്നുണ്ട്. വാർദ്ധക്യത്തിൽ പറയും, ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു, അല്ലെ, ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നവൻ്റെ സന്തതി ആഹാരം എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തെല്ലാം സാക്ഷ്യങ്ങളാണ് അവർ പറഞ്ഞു കൊടുക്കുന്ന തലമുറകൾക്ക്, പിൻവരുന്ന തലമുറകൾക്ക്. അതാണ് നമ്മുടെ ജീവിതം. അത് അനുഗ്രഹപൂർണ്ണമാണ്. അത് ചെറിയൊരു കാര്യമായിരിക്കാം, പക്ഷെ അത് വലിയ കാര്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാകാം. ദാറ്റ് ഗ്രേറ്റ് തിങ്സ് ഇന്ന് നമ്മൾ കേൾക്കുന്ന മുദ്രാവാക്യമാണ് അമേരിക്ക പറയുന്നത്, ഗ്രേറ്റ് അഗെയിൻ, ഗ്രേറ്റ് അഗെയിൻ, പിന്നെയും മഹത്വത്തിലേക്ക് വരണമെന്ന്. പക്ഷെ അവർ അങ്ങനെ വിജയത്തിലേക്ക് വന്നത് ദൈവത്തോടു കൂടെ ആയിരുന്നു. ഇന്ന് ദൈവത്തെ കൂടാതെ ഒരു എത്ര വിജയം വരിക്കാമെന്ന് വിചാരിച്ചാൽ സാധിക്കുകയില്ല. വിത്ത് ഗോഡ്, ദൈവമാണ് അവിടെ ചെന്ന് കുടിയേറി പാർത്ത ആ പൂർവ്വപിതാക്കൾ. ഒരു ഭക്തരായിരുന്നു അവർ. അവരുടെ ജീവിതത്തിലെല്ലാം ദൈവിക ഭക്തി, ഓരോന്നിനും ദൈവത്തെ, അതാണ് അവരുടെ കാശ് $പോലും എഴുതി വെച്ചിട്ടില്ലേ, വി ട്രസ്റ്റ് ഇൻ ഗാഡ് എന്ന്.
ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയത്തക്കണം അവരുടെ സാക്ഷ്യമായിരുന്നു അത്. ദൈവമാണ് എല്ലാം നൽകിയതെന്നും അവരുടെ ഒരു ദിവസങ്ങളെല്ലാം ഓർക്കുന്ന സ്തോത്ര ദിനങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. താങ്ക്സ് ഗിവിംഗ് ഡേ എന്നൊക്കെ പറയും. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ ദൈവത്തെ കൂടാതെ ആകുമ്പോഴോ അവിടെ പരാജയങ്ങളാണ് സംഭവിക്കുന്നത്. ഇവിടെ പറയുകയാണ്, നീ ചെയ്ത പ്രവൃത്തി ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു, ഞങ്ങളുടെയൊക്കെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ട് മരിക്കുന്നു. നിന്റെ കൈ കൊണ്ട് നീ ജാതികളെ പുറത്താക്കി ഇവരെ നട്ടു. ഇനി എന്താ അവർ പറഞ്ഞതൊക്കെ ഇവരൊന്ന് മെമ്മറൈസ് ചെയ്യുക. നീ വംശങ്ങൾ നശിപ്പിച്ചു, ഇവരെ പരക്കുമാറാക്കി. തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. നിന്റെ വലങ്കയും നിന്റെ ഭുജവും നിന്റെ പ്രകാശവും കൊണ്ടത്ര. 3 കാര്യങ്ങൾ പറയുന്നത്. യുവർ റൈറ്റ് ഹാൻഡ്, നിന്റെ വലങ്കയ്യ്, നിന്റെ പവർ, നിന്റെ സ്ട്രെങ്ത്, പിന്നെ എന്താ മോപ്രകാശം എന്ന് പറയുന്നത് പ്രസൻസ് എന്ന് പറയുന്നത്. 3 കാര്യങ്ങൾ. ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ ഭുജം, പിന്നെ പറയാണ് ദൈവത്തിന്റെ ശക്തി എന്ന് വേണമെങ്കിൽ പറയാം. ഭുജം, വലങ്കയും നിന്റെ ഭുജവും എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അത് പവർ ആൻഡ് സ്ട്രെങ്ത് എന്നൊക്കെ എൻ്റെ വ്യാഖ്യാനം വരുന്നത്. ദെൻ പ്രസൻസ്. പിന്നെ പറയാം, നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ, ദൈവമേ നീ എൻ്റെ രാജാവാകുന്നു. ഇത് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ കുറച്ച് വ്യത്യാസമായിട്ടാണ് കാണുന്നത്. ദൈവമേ നീ എൻ്റെ രാജാവാകുന്നു എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് വരുമ്പോൾ നമ്മൾ വായിക്കുക രണ്ട് ട്രാൻസ്ലേഷനിലൊക്കെ വരുമ്പോൾ യു ആർ മൈ കിങ് ആൻഡ് മൈ ഗോഡ്, യു ആർ മൈ കിങ് ആൻഡ് മൈ ഗോഡ് എന്നാണ് പറയുന്നത്. യു ആർ മൈ കിങ് ആൻഡ് മൈ ഗോഡ്, എൻ്റെ രാജാവും എൻ്റെ ദൈവവും നീയാണെന്ന് പറയുന്നത്. യാക്കോബിനെ രക്ഷ കൽപ്പിക്കണമേ, നിന്നെ ഞങ്ങൾ വൈരികളെ തള്ളിയിടും, ഞങ്ങൾ എതിർക്കുന്നവരെ നിന്റെ നാമത്തിൽ ചവിട്ടിക്കളയും. ഞാൻ എൻ്റെ വില്ലിൽ ആശ്രയിക്കുകയില്ല, എൻ്റെ വാളൊന്ന് രക്ഷിക്കുകയുമില്ല. നീ എത്രയും ഞങ്ങളെ വൈരികളുടെ കയ്യിൽ നിന്നും രക്ഷിച്ചത്. ഞങ്ങളെ പകച്ചവരെ നീ ലജ്ജിപ്പിച്ചുമിരിക്കുന്നു. ദൈവത്തെ ഞങ്ങൾ നിത്യം പ്രശംസിക്കുന്നു, നിന്റെ നാമത്തിനെന്നും സ്തോത്രം ചെയ്യുന്നു. ഇതാണ് സ്വയാശ്രയമില്ലാതെ സ്വന്തം വാളിലോ സ്വന്തം ശക്തിയിലോ സ്വന്തം ബുദ്ധിയിലോ ഒന്നും ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ ഈ കൊലപാതകത്തിനോട് സങ്കീർത്തനത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ വില്ലിലോ ഞങ്ങളുടെ വാളിലോ ഒന്നിനും ആശ്രയിക്കത്തില്ല, ദൈവത്തിൻ്റെ ശക്തിയിൽ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുന്നു. ഇനി അവരുടെ പ്രശംസ എന്താണ്? ഞങ്ങൾ നിന്നിൽ നിത്യം പ്രശംസിക്കുന്നു. നമ്മൾ ബോസ്റ്റ് ചെയ്യുന്ന എന്തിലൊക്കെയാണ്? വളരെ എന്തിലൊക്കെ ബോസ്റ്റ് ചെയ്യുന്ന അറിയാമോ? പ്രശംസിക്കാന്ന് പറയാമോ? അയ്യോ ഞാൻ അങ്ങനെ ഇത് ഒന്നുമില്ല. പൗലോസ് പുസ്തകത്തിലേക്ക് വരും പറയും, കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ എനിക്ക് ഇട വരരുത് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ക്രൂശിലാണ് പ്രശംസ. ക്രൂശിലാണ് നമ്മളെ വീണ്ടെടുത്തത്, നമ്മുടെ പാപം നീങ്ങിയത്, നമ്മുടെ ശാപം നീങ്ങിയത്, നമുക്ക് സൗഖ്യം വരുന്നത് എല്ലാം ക്രൂശിലാണ്. നമ്മൾ വീണ്ടെടുത്തത് എല്ലാം, നമുക്ക് വിലയുണ്ടായത്, നമ്മൾ വില കൊടുത്ത് വാങ്ങിയത് എല്ലാം ക്രൂശിലെ യേശുവിൻ്റെ രക്ഷണ വേലയിലാണ്. അപ്പോൾ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിക്കാൻ ഇടവരരുത്. എൻ്റെ സ്വന്തം ശക്തിയോ സ്വന്തം നീതിയോ സ്വന്തം പ്രാർത്ഥനയോ അതിൻ്റെ ഭക്തിയോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കൃപ. ഇവിടെ തുറന്ന് വായിക്കുകയാണ്. അടുത്ത പാട്ട് തുടങ്ങിയ. എന്നാൽ ഇപ്പോഴത്തെ പ്രസന്റ് സ്റ്റേജ് എന്താണ്? 9ാമത്തെ വാക്യം. ഇപ്പോഴോ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ലജ്ജിപ്പിച്ചിരിക്കുന്നു, ഞങ്ങളുടെ സൈന്യങ്ങളോടുകൂടെ പുറപ്പെടുന്നതുമില്ല, വൈരിയുടെ മുമ്പിൽ ഞങ്ങളെ പുറം കാട്ടുമാറാക്കുന്നു, ഞങ്ങളെ പകയ്ക്കുന്നവർ ഞങ്ങളെ കൊള്ളയിടുന്നു, ഭക്ഷണത്തിനുള്ള ആടുകളെ പോയി ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു, ജാതികളുടെ ഞങ്ങളെ ചിഹ്നിച്ചിരിക്കുന്നു, നീ നിന്റെ ജനത്തെ വില വാങ്ങാതെ വിൽക്കുന്നു, അവരുടെ വില കൊണ്ട് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതുമില്ല. നീ ഞങ്ങളെ അയൽക്കാർക്ക് അവമാന വിഷയം, ചുറ്റുമുള്ളവർക്ക് നിന്നെയും പരിഹാസമാക്കുന്നു. നീ ജാതികളുടെ ഞങ്ങളെ പഴഞ്ചൊല്ലിനും വംശങ്ങളുടെ നടുവിൽ തലവിളക്കത്തിനും വിഷയമാക്കുന്നു. നിന്നിച്ച് ദുഷിക്കുന്നവരുടെ വാക്ക് ഹേതുവായും ശത്രുവിന്റെയും പ്രതികാരകന്റെയും നിമിത്തമായും എൻ്റെ അവമാനം ഇടവിടാതെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. എൻ്റെ മുഖത്തെ ലജ്ജ എന്നെ മൂടിയിരിക്കുന്നു. ഇവിടെ പറയുകയാണ്, ഇവിടെ സംഭവിച്ചതായ കഷ്ടങ്ങളൊക്കെ ഓർക്കുക. നമ്മൾ ചിന്തിക്കുക, ചില നല്ല കാലങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ വേനവും വർഷവും അല്ലെ എല്ലാം മാറി മാറി വരിക, വസന്തങ്ങളും എല്ലാം മാറി മാറി വരിക. കാലങ്ങൾ തന്നെ വ്യത്യസ്തമായിട്ടാണ് ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. രാവും പകലുമുണ്ട്, കയറ്റത്തിന് ഇറക്കമുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാത്തിനും വ്യത്യസ്തങ്ങളായ ഭാവങ്ങൾ ഉള്ളതുപോലെ ജീവിതത്തിനും ചില വൈതരണികൾ, ചില സങ്കടകരമായ കാരണങ്ങളൊക്കെ കാണും. എൻ്റെ ചിന്ത അതിലേക്ക് പോകുന്നത്, നമ്മളൊരു ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കൂളിൽ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ബുക്ക് നമ്മുടെ കൂടെയുണ്ട്, നമ്മൾ പഠിക്കുന്ന വിഷയം നമ്മളോട് കൂടെയുണ്ട്, അധ്യാപകൻ നമ്മളോട് കൂടെയുണ്ട്, നമ്മൾ സഹായിപ്പാനും നമ്മുടെ സംശയങ്ങൾ തീർക്കാനും എല്ലാം അദ്ദേഹം സന്നിധനായി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്, അദ്ദേഹത്തിന് നമ്മുടെ കൂടെയുണ്ട്, സമീപമുണ്ട്. നമുക്ക് ചോദിക്കാൻ, നമ്മൾ ടീച്ച് ചെയ്യുന്നു, നമ്മുടെ സംശയം തീർക്കുന്നു, എല്ലാം ഉണ്ട്. നമ്മൾ ബുക്ക് തുറന്ന് നോക്കാം, എന്താണെന്ന് നോക്കാം, എല്ലാം ചെയ്യാം. എന്നാൽ പരീക്ഷാ ഹാളിൽ കയറി കഴിയുമ്പോഴോ ഇതൊന്നുമില്ല, ബുക്ക് നമ്മുടെ കൂടെയില്ല, അധ്യാപകൻ കണ്ട ഭാവം പോലും നടുക്കിയില്ല, നമ്മുടെ സമീപത്ത് വരിക പോലുമില്ല.
ആ ഒരു ട്രയൽസ് കൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പക്ഷെ അത് മനഃപൂർവ്വം നമ്മൾ ഏറ്റെടുക്കുന്നതാണ്, മനസ്സോടെ നമ്മൾ ഏറ്റെടുക്കുക. കാരണം നമ്മുടെ പഠനം എത്രത്തോളം നമ്മൾ പഠിച്ചു നമ്മളെ തന്നെ ശോധന ചെയ്യാൻ. നമുക്കിഷ്ടമില്ലെങ്കിലും ആ ശോധനയിൽ കൂടെ കടന്നു പോയേ കഴിയുള്ളൂ വിജയത്തിന് എന്ന് പറഞ്ഞ പോലെ ചില ജീവിതത്തിന്റെ പ്രതിസന്ധികൾ കൂടെ നാം കടന്നു പോകേണ്ടി വരും. പക്ഷേ ആ സമയത്തും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. കാരണം നമ്മൾ ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്ന ആളുകളിൽ അതെല്ലാം നമ്മുടെ ജീവിതം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എല്ലാം അപ്ലൈ ചെയ്യുകയാണ്. അപ്പോഴാണ് അതെല്ലാം നമ്മൾ പഠിച്ചതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അത് നമ്മൾ എഴുതുകയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പഠിച്ചു എന്ന്. ഇത് വായിക്കാം. അത്ര ഇവിടെ ഓരോ അവർക്ക് സംഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത്. ഇനി 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ്? ഇതൊക്കെയും, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുക, അടുത്ത തുടക്കുക. ഇതൊക്കെയും ഞങ്ങൾക്ക് ഭവിച്ചു. എന്തുകൊണ്ട്? ഞങ്ങളതിനെ മറന്നിട്ടില്ല, നിന്റെ നിയമത്തോട് അവിശ്വസ്തത കാണിച്ചിട്ടുമില്ല. നീ ഞങ്ങളെ കുറുക്കന്മാരുടെ സ്ഥലത്ത് വെച്ച് തകർത്ത് കളയുവാനും കൂരിരുട്ട് ഞങ്ങളെ മൂടുവാനെന്നെ കൊണ്ട് ഞങ്ങളുടെ ഹൃദയം വെന്തിരുകയോ ഞങ്ങളുടെ കാലടികൾ നിന്റെ വഴി വിട്ട് പിന്മാറുകയോ ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊക്കെ സംഭവിച്ചിട്ട് ഞങ്ങൾ നിന്നെ മറന്നിട്ടല്ല എന്ന് അവർ പറയുന്നത്. അത് ജീവിതത്തിൽ എല്ലാം സംഭവിക്കുന്നതും ദൈവത്തെ അകന്നു പോയതുകൊണ്ടൊന്നുമല്ല. ഇത് പല മാനങ്ങളുണ്ട്, എല്ലാത്തിനും പല ദൈവ ഉദ്ദേശങ്ങളുണ്ട്. ദൈവത്തോട് ചേർന്ന് കഴിയുമ്പോൾ ദൈവം തൽക്കാലം അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കി തരും. പക്ഷെ ദൈവത്തോട് ആത്യന്തികമായി ചേർന്നിരിക്കുക എന്നുള്ളതാണ്. ഇന്നൊക്കെ വന്നാൽ നിന്നോട് നിൽക്കാമെന്നല്ല, എന്തെല്ലാം വന്നാലും എന്തെല്ലാം സംഭവിച്ചാലും ഞാൻ ദൈവത്തോടു കൂടി ആയിരിക്കും. അതാണ് സമർപ്പണം എന്ന് പറയുന്നത്. ഇവിടെ പറയുക, ഞങ്ങളുടെ ഹൃദയം പിന്തിരിയുകയോ ഞങ്ങളുടെ കാലടികൾ നിന്റെ വീഴിട്ട് പിന്മാറുകയോ ചെയ്തിട്ടില്ല. ഒന്നാമത് സംഭവിക്കുന്ന ഹൃദയം പിന്മാറ്റത്തില്ല, ഹൃദയത്തിലാണ് സംഭവിക്കുന്ന പിന്മാറ്റം. ഞങ്ങളുടെ ഹൃദയം പിന്തിരിയോ, അവർ ഹൃദയം കൊണ്ട് മിശ്രമത്തിലേക്ക് തിരിയുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഹൃദയം എപ്പോഴും കാത്തു സൂക്ഷിക്കണം, പിന്മാറ്റം വരാതെ ദൈവത്തിലേക്ക് തന്നെ അത് ചേർന്നിരിക്കണം, ദൈവത്തെ തന്നെ ആശ്രയിക്കണം. ലീൻ അവർ ഹാർട്ട് ടു ലോർഡ്. നമ്മുടെ ഹൃദയം എപ്പോഴും ദൈവത്തിലേക്ക് തന്നെ ചാഞ്ഞിരിക്കണം. ഇനി ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തെ മറയ്ക്കുകയോ ഞങ്ങളുടെ കൈകളെ അന്യ ദൈവത്തിലേക്ക് മലർത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അത് ശോഭനിക്കായിരിക്കും. എന്നൊക്കെ പലത് എല്ലാം ഒന്നാണെന്നൊക്കെ പറയുന്നൊരു കാര്യമാണ്. അന്യദൈവങ്ങളിലേക്ക് കൈമലർത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഗ്രഹം എവിടെ കിട്ടുന്ന എവിടെ വേണമെങ്കിലും പോകാൻ തയ്യാറാണ്. ചിലർ മന്ത്രവാദത്തിനും മറ്റു പലതിനും ഒക്കെ പോകുന്നവരുണ്ട്. അതൊന്നും ദൈവത്തിന് അംഗീകൃതമല്ല, അതെല്ലാം ശാപങ്ങളായിട്ട് മാറുകയാണ്. ഇനി അവൻ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ. ദൈവം എല്ലാം അറിയുന്നു. നമ്മൾ മറ്റുള്ള മുഖം കാണുന്നു, പക്ഷെ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ കാണുകയാണ്. ഇവിടെ പറയുന്നത് 22-ാമത്തെ വാക്യം എന്ന് പറയുന്നത് റോമർക്ക് ലേഖനം 8-ാം അധ്യായത്തിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. നിന്റെ നിമിത്തം ഞങ്ങളെ ദിവസം പ്രതി കൊല്ലുന്നു, അറുക്കുവാനോട് ആടുകളെ പോലെ ഞങ്ങളുണ്ട്. കർത്താവേ ഉണരണമേ, നീ ഉറങ്ങുന്നതെന്ത്? എഴുന്നേൽക്കണമേ, ഞങ്ങൾ എന്നേക്കും തള്ളിക്കളയരുതേ. ദൈവം ഉറങ്ങുന്നതുമില്ല. അങ്ങനെ കാവ്യാത്മകമായി പറയുകയാണ്, നീ നിന്റെ മുഖത്തെ മറയ്ക്കുന്നത് ഞങ്ങളുടെ കഷ്ടവും പീഡിയും മറന്നു കളയുന്നുണ്ട്. ഞങ്ങൾ നേരത്തോളം കുനിഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ വയറ് ഭൂമിയോട് പറ്റിയിരിക്കുന്നു. ഞങ്ങളുടെ സഹായത്തിനായി എഴുന്നേൽക്കണമേ, നിന്റെ ദൈവം നിമിത്തം ഞങ്ങളെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്നാൽ ഇവിടെ ദൈവം എന്താണ് പ്രോമിസ് ചെയ്യുന്നത്? റോമർക്ക് ലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നിന്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു. 36-ാമത്തെ വാക്യം 8:36 ആടുകളെ പോലെ ഞങ്ങൾ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നത്. അത്ര മനോഹരമായ വാക്യമാണ്. എന്ത് കഷ്ടങ്ങൾ വന്നാലും ഇല്ല, ഞാൻ എൻ്റെ ദൈവത്തെ വിട്ട് മാറുകയില്ല. ആ ദൈവസ്നേഹത്തിൻ്റെ വേർതിരിക്കാൻ കഴിയുകയില്ല. ദൈവസ്നേഹമാണ് എല്ലാത്തിനും അടിസ്ഥാനം. ഭയത്തിനല്ല, ദൈവസ്നേഹത്തിലാണ്. പുത്രൻ നൽകിയത് സ്നേഹത്തിലാണ്. പുത്രൻ ജീവൻ തന്നത് നമ്മളെ സ്നേഹിച്ചിട്ടാണ്. അപ്പം ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവസ്നേഹമായിരിക്കണം എല്ലാത്തിനും. അതിശ്രേഷ്ഠമായ മാർഗത്തെക്കുറിച്ച് പോലെ സഹോദര, സ്നേഹത്തിൻ്റെ മാർഗമാണ്. സ്നേഹത്തിലെല്ലാം ചെയ്യാനായിട്ട് സാധിക്കണം. പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി നൽകുവാൻ തക്കവണ്ണം ഞങ്ങളെ സ്നേഹിച്ച സ്വർഗദാത, ഞങ്ങളെ തന്നെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നപ്പാ. നിന്നോടുകൂടെ ചേർന്ന ഞങ്ങളുടെ ജീവിതത്തിന് ഒരു ചരിത്രമാണ് ഞങ്ങൾ കാണുന്നു. പിൻതലമുറയ്ക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ഞങ്ങൾക്ക് സാക്ഷ്യങ്ങൾ അവിടുന്ന് തരുമെന്നുള്ളതിനെ ഞാൻ സ്തുതിക്കുന്നു. വെറുതെ നഷ്ടപ്പെടുത്താനുള്ളതല്ല ജീവിതം. ദൈവത്തോടുകൂടെ ചേർന്ന് ദൈവഹിതം ചെയ്യുവാനുള്ളതാണ് ഞങ്ങൾ തിരിച്ചറിയുന്നപ്പാ. നീ തന്ന ജീവിതം നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ തരുന്നു.
കർത്താവെ, ഞങ്ങളുടെ വാളുകൊണ്ടല്ല, സ്വന്തം ഭുജം കൊണ്ടല്ല, എന്നാൽ ഞങ്ങളെ നീ ഉപകരണമാക്കും. നിന്റെ കാര്യങ്ങളിലെ ഉപകരണമായി നിനക്ക് ആവശ്യമുള്ള രീതിയിൽ നീ ഉപയോഗിക്കുവാൻ ഒരുങ്ങുന്ന ഉപകരണമാക്കി ഞങ്ങളോട് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാമോ നമ്മെ സ്നേഹിച്ച് മുഖാതിരിയിലൊക്കെ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. യുദ്ധത്തിനോ വാഴത്തിനോ ആറ്റത്തിനോ ഒന്നിനും ദൈവസ്നേഹം ഞങ്ങൾ വേർപിടി കഴിയില്ല എന്നുള്ള സ്തുതി എല്ലാത്തിനും നാം മഹത്വപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവും മഹത്വത്തിനായി തന്നെ. ആമേൻ.